ആരൊക്കെ പ്രവർത്തിച്ചിട്ടും ആത്മീയതയുടെ മാർഗത്തിൽ നിന്ന് അവർ മാറിപ്പോകുന്നില്ല. 100 വർഷമായി വഹാബി പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിക്കുന്നു. എന്ത് നേട്ടം അവരുണ്ടാക്കി എന്ന് ആലോചിച്ച് നോക്കുക. മങ്കൂസ് മൗലൂദ് ഇവിടെ നിന്നുപോയോ? കുത്തുബിയ്യത്ത് ഇല്ലാതെയായോ? ദിക്ർ ഹൽക്കകളും ആണ്ട് നേർച്ചകളും ഇല്ലാതെയായോ? ഞാനൊരു ആണ്ട് നേർച്ചയിൽ വെച്ചിട്ടാണ് ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യകാലത്തൊക്കെ വയലിന്റെ ആമുഖത്തിൽ മാത്രം ചൊല്ലിയിരുന്ന ബുറുദ ഓരോ ചെറുപ്പക്കാരനും ഇന്ന് കാണാതെ അറിയാം. 2-3 മണിക്കൂർ കാല് കഴിച്ചു നിന്ന് ബുറുദ ചെല്ലാൻ അവന് റെഡിയാണ്. മന്ത്രിച്ചൂതൽ ഇല്ലാതായി പോയോ? മന്ത്രി ചൂതാൻ വേണ്ടി നിൽക്കുന്ന തങ്ങന്മാർക്ക് നടുവൊന്നും നിവർത്താൻ പറ്റാത്ത വിധം നീണ്ട വരികൾ അവരുടെ മുമ്പിലുണ്ട്. ഏത് സംസ്കാരത്തെയാണ് അവർക്ക് മാറ്റാൻ പറ്റിയത്? കേരളത്തിൽ പെണ്ണുങ്ങൾ വ്യാപകമായി പള്ളിയിലേക്ക് ഇറങ്ങിയോ? അവരുടെ പെണ്ണുങ്ങളൊക്കെ ചിലപ്പോൾ മാത്രം ഒരു വാശിക്ക് ഇങ്ങനെ പള്ളിയിലേക്കൊക്കെ പോകുന്നതല്ലാതെ 100% വഹാബികൾ മാത്രമുള്ള വല്ല മഹലിലും പോവുക. അവിടുത്തെ പള്ളിയിൽ ആണുങ്ങളെ പോലെ പെണ്ണുങ്ങൾ സജീവമാണ്. ഒറ്റ വക്തിൽ കാണൂല. അവരുടെ പള്ളിയിൽ പെണ്ണുങ്ങൾക്കുള്ള മോർച്ചറി ഹാൾ അതങ്ങനെ ഉണ്ടാവില്ല. ഒരടച്ചുറപ്പില്ലാത്ത ആൾ ആ ഹാളിൽ മാറാല പിടിച്ച് കിടക്കുന്നുണ്ടാകും. നിസ്കാര കുപ്പായങ്ങളെല്ലാം കൂടി ചുരുട്ടി വെച്ചിട്ട് കരിമ്പനടിച്ചിട്ടുണ്ടാകും. ഏതെങ്കിലും പെണ്ണിനെ വ്യാപകമായി പള്ളിയിലേക്ക് ഇറങ്ങാൻ ഇവർക്ക് പറ്റുമോ? ദിക്റുകൾക്കൊക്കെ വല്ല കുറവുണ്ടായോ? ഏതെങ്കിലും പള്ളികളിൽ അവര് നിർമ്മിച്ച അവര് തന്നെ സംഘടിപ്പിക്കുന്ന പള്ളിയിലല്ലാതെ എവിടെയെങ്കിലും ഖുത്ബയുടെ ഭാഷ മലയാളത്തിലേക്ക് വന്നോ? ഒന്നും സംഭവിച്ചില്ല. മോമിനികളുടെ തലയിക്കെട്ട് ഒഴിവാക്കാൻ പറ്റിയോ? അവര് പോലും തലയിക്കെട്ടിലേക്ക് എത്തുന്നു. അവർ പോലും മീസാനും സഞ്ചാനും അജുനാസും ഓതണ നല്ല മൂല്യരുട്ടികളാവാൻ ശ്രമിക്കുന്നു. അവരുടെ ഫത്വയിൽ വലിയ വലിയ പണ്ഡിതന്മാർക്ക് സ്ഥാനം വരുന്നു. ആയത്തും ഹദീസും നോക്കിയിട്ട് ഫത്വ കൊടുക്കണം എന്ന് പറഞ്ഞ് ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്തഖിൽ മുജിത്തഹിദ് ഉള്ളത് കേരളത്തിലാണെന്ന് അഭിമാനം പറഞ്ഞിരുന്നവർ, പുസ്തകം ഇറക്കിയിരുന്നവർ ആയത്തും ഹദീസും നോക്കാതെ ഇമാം നവവി ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഫത്വ കൊടുക്കാൻ തുടങ്ങി. ആർക്കാ മാറ്റം വന്നേ? 100 വർഷം അവർ ചെലവഴിച്ച പേജുകളും സ്റ്റേജുകളും ഊർജവും സമ്പത്തും ഒരു ചെറിയ പുരോഗതി പോലും നൽകാതെ നശിച്ചുപോയി എന്നല്ല ഇതിന്റെ അർത്ഥം. 2 വരി മാത്രം ബുറുദ. അതിന്റെ മുന്നേ ഉസ്താദ് വരുവോളം ഏതെങ്കിലും കർണൂര് കയറിയിട്ട് ചെല്ലിയിരുന്ന ലോകത്ത് നിന്ന് കേരളത്തിലെ ഓരോ മുഅ്മിനിന്റെയും മനസ്സിൽ ബുറുദ മുഴുവൻ കാണാതെയുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അയൽവാസിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹാജിയരുടെ വീട്ടിൽ നിന്നോ സബീന മൗലൂദ് ഉണ്ടാകുമ്പോ, വാപ്പാന്റെ ആണ്ടുണ്ടാകുമ്പോ കടം മേടിച്ചു കൊണ്ടുവന്നിരുന്ന അവസ്ഥയിൽ നിന്ന് ഓരോ ചെറുപ്പക്കാരന്റെയും SSF-കാരന്റെയും SYS-കാരന്റെയും പോക്കറ്റിൽ എല്ലാ മൗലൂദുകളും അടങ്ങുന്ന ചെറിയ സബീനകൾ പ്രത്യക്ഷപ്പെട്ടു.